സാർ നമസ്കാരം. ഈ വർഷം 2021 നമ്മൾ IAP കേരളയുടെ ഗോൾഡൻ ജൂബിലി 50 വർഷം കംപ്ലീറ്റ് ആക്കിയ വർഷമാണ്. അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫൗണ്ടർ മെമ്പർ എന്ന് പറയാം. ആദ്യം ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഒരു 10-ൽ താഴെയുള്ള അംഗങ്ങളിൽ ഒരാളാണ് സാർ. 1963 തോന്നുന്നു നാഷണൽ ലെവൽ IAP ഉണ്ടായത്, പൂനെയിൽ വെച്ചാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 1971 ഏകദേശം ഒരു 9 വർഷം കഴിയുമ്പോഴാണ് ഇവിടെ നമ്മുടെ ബ്രാഞ്ച് ഉണ്ടാവുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെല്ലൂരിലൊരു കോൺഫറൻസ് നടക്കുമ്പോൾ കേരളത്തിൽ വന്ന് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡെലിഗേറ്റ്സിനാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. അത് കഴിഞ്ഞ് അത് നടപ്പിലായി, പുതിയ ബ്രാഞ്ച് ഉണ്ടായി. ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സാറിൻ്റെ ഫീലിങ്സ്, മെമ്മറീസ്, അന്നുണ്ടായിരുന്ന ഓർഗനൈസേഷൻ സെറ്റപ്പ്, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. 1963 ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നാഷണൽ ലെവലിൽ തുടങ്ങിയത്. ദാറ്റ് ഈസ് ഇൻ പൂനെ വെച്ചാണ് തുടങ്ങിയത്. അന്ന് തൊട്ട് നമ്മുടെ പീഡിയാട്രിഷ്യൻ മെമ്പേഴ്സ് എല്ലാവരും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും, അതിന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പലരും. പക്ഷെങ്കിൽ ഒരു 1970 ആയപ്പോഴാണ് നമുക്ക് കേരളത്തിലൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് തുടങ്ങണമെന്നുള്ളൊരു ഐഡിയ വന്നത്. അത് കുറച്ച് കേരളത്തിൽ നിന്നുള്ള പീഡിയാട്രിഷ്യൻസ് എല്ലാവരും തന്നെ മീറ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു CMC വെല്ലൂർ വെച്ച് നടത്തിയ നാഷണൽ കോൺഫറൻസ്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് 9 പീഡിയാട്രിഷ്യൻസ് ഈ ആശയം ഡിസ്കസ് ചെയ്യുകയും ഒരു കോൺഫറൻസ്, ഒരു ബ്രാഞ്ച്, കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് തുടങ്ങണമെന്ന് തീരുമാനിക്കുകയും. ഇന്ത്യയിൽ തന്നെ സംസ്ഥാന ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള കാലമല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ബ്രാഞ്ചസിൽ ആദ്യകാലത്ത് ഉണ്ടായ ഒരു ബ്രാഞ്ചായിരിക്കും കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊന്നും സ്റ്റേറ്റ് ബ്രാഞ്ചസ് ഉണ്ടായിട്ടില്ല. 9 പേരുണ്ടാകുകയും എല്ലാവരും കൂടെ അങ്ങനൊരു ബ്രാഞ്ച്, കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് തുടങ്ങണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ വർക്ക് എല്ലാവരും കൂടെ അറിയിക്കുകയും അതിന് ഇന്നോവറൽ സെഷൻ കോട്ടയത്ത് നടത്തണമെന്ന് എല്ലാവരും കൂടെ തീരുമാനിക്കുകയും. അന്ന് കോട്ടയത്ത് വെച്ച് 1971 ഒരു കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വാസ് ഇനോവറേറ്റഡ് ബൈ എ വെരി എമിനന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജേക്കബ് ചാണ്ടി. ഹി വാസ് എ പ്രിൻസിപ്പൽ ഓഫ് CMC വെല്ലൂർ. ബ്രാഞ്ച് ഇനോവറേറ്റ് ചെയ്തത് ഡോക്ടർ മർച്ചൻ, ദി ദെൻ പ്രസിഡന്റ് ഓഫ് നാഷണൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് അന്ന് 24 പീഡിയാട്രിഷ്യൻസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അന്ന് 24 പീഡിയാട്രിഷ്യൻസിലാണ് ആ കോൺഫറൻസ്. അന്ന് മുതൽ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഗ്രാജുവലി വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് അന്നത്തെ സീനിയർ മോസ്റ്റ് പീഡിയാട്രിഷ്യൻ ഇൻ ദ സ്റ്റേറ്റ്, ഡോക്ടർ KJ ജേക്കബ്, പോപ്പുലർലി നോൺ ആസ് ഡോക്ടർ പാപ്പച്ചൻ, who was a private practitioner in Kottayam. The first secretary was Dr. Bhanundi Nair, popularly at Trichur, who was in health services, who is popularly known as KPB Nair. And they continued to be the president and secretary for 1.5 years. And subsequently more members came, more pediatricians came, number of pediatricians increased, activities increased, and different കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കോൺഫറൻസുകൾ ഓർഗനൈസ് ചെയ്തു. ആണ്ടിൽ 2-3 കോൺഫറൻസുകൾ, നമ്മളതിന് കോൺഫറൻസ് എന്നോ മീറ്റിംഗ് എന്നോ എന്ത് വേണേൽ പറയാമായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ കോൺഫറൻസ് ഒന്നും പറയാനാകത്തില്ല, വളരെ കുറച്ച് പേരിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അന്ന് ഓരോ ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടെ ഒരു ഇൻഡിവിജ്വലോട് പറയും അടുത്ത കോൺഫറൻസ് ഇന്ന സമയത്ത് ചെയ്യണമെന്ന് പറയും. സന്തോഷത്തോടെ അവർ ചെയ്യുന്നതാണ്. ആദ്യത്തെ കുറേ വർഷങ്ങൾ നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും എന്ന് പറയുന്ന ബൈ കൺസെൻസസ്, ബൈ സീനിയോറിറ്റി, ഗിവിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെഡിക്കൽ കോളേജ് പീഡിയാട്രിഷ്യൻസ്, health service pediatricians and private practice.
അങ്ങനെ എല്ലാവർക്കും റെപ്രസെൻറ്റ് ചെയ്യത്തക്കവണ്ണമായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. സെക്രട്ടറി സാറിന് എനിക്ക് സെലക്ട് ചെയ്യുന്ന ദോസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക്. സെക്രട്ടറിക്ക് ജോലി കൂടുതലുണ്ടല്ലോ, സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ ഒരു ഇലക്ഷനും ഇല്ലാതെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് പോയ ഒരു ഓർഗനൈസേഷനാണ്. നമ്മുടെ കേരളത്തിലെ വേറെ പല ഓർഗനൈസേഷൻസും പേരെടുത്ത് പറയുന്നില്ല, പല വലിയ ഓർഗനൈസേഷൻസ്, മെഡിക്കൽ ഓർഗനൈസേഷൻസ് നടത്തുന്നതിനെക്കാട്ടിൽ ആദ്യം ഉണ്ടായൊരു ബ്രാഞ്ചാണ് ഇത്. എനിക്ക് തോന്നുന്നില്ല ബാക്കി മെഡിക്കൽ ബ്രാഞ്ചസിൻ്റെ ഓർഗനൈസേഷൻസും ഒക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായവരാണ്. നമ്മുടെ ഇടയിൽ ആരും ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. മീറ്റിംഗ്സ് എല്ലാം അക്കാഡമിക്, നമുക്ക് ഗസ്റ്റ് സ്പീക്കേഴ്സായിട്ട് നമ്മൾ പലരെയും കൊണ്ടുപോകായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പീഡിയാട്രിഷ്യൻസ് കേരളത്തിന് പുറത്ത് ജോലി എമിനൻ്റ് ആയിട്ടുള്ളവരെയൊക്കെ ഫോറിൻ കൺട്രീസിലുള്ളവരെയൊക്കെ നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിഷ്യൻ കൊണ്ടുവന്ന് അവരുടെ എല്ലാം സേവനങ്ങൾ നമ്മുടെ ഇന്ത്യൻ പീഡിയാട്രിഷ്യൻ. സാർ, ഈ ബ്രാഞ്ചസ് ഒക്കെ എപ്പോഴാണ് വന്നത്? ബ്രാഞ്ചസ് ആദ്യകാലത്ത് ഇൻഫോർമലായിട്ട് പല ബ്രാഞ്ചസും ഉണ്ടായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ബ്രാഞ്ചസ് ഉണ്ടായത് വളരെ ലേറ്റ് ആയിട്ടാണ്. 1984 ഫോർമലായിട്ട് ആദ്യം ഒരു ബ്രാഞ്ച് തൃശ്ശൂറുണ്ടായത്. പിന്നെ സബ്സിക്വൻ്റ്ലി ഉണ്ടായതാണ് കോട്ടയം, ആലപ്പിയൊക്കെ ബ്രാഞ്ചസ് പിന്നെ ഉണ്ടായത്. അങ്ങനെയാണ് ബ്രാഞ്ചസ് ഉണ്ടായത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രാഞ്ചസ് ഒരു ആവശ്യമായിട്ട് വന്നു. നമ്പർ ഓഫ് പീഡിയാട്രിഷ്യൻസ് കൂടിയപ്പോൾ ബ്രാഞ്ചസ് ആക്റ്റീവായിട്ട് വന്നു. ബ്രാഞ്ചസ് ബിക്കെയിം വെരി ആക്റ്റീവ്. ആൻഡ് ദെൻ ബ്രാഞ്ച് മീറ്റിങ്സ്, എല്ലാ മാസവും ബ്രാഞ്ച് മീറ്റിങ്സ് നടക്കും. പിന്നെ ഒരു സിസ്റ്റം ഉണ്ടായി, എവറി മന്ത് മീറ്റിംഗ് ഇൻ ദ ബ്രാഞ്ച്, മീറ്റിംഗ് അറ്റ് ദ ബ്രാഞ്ച്. ദെൻ ആനുവലി 2 or 3 conferences. One was a sessional conference, other was an annual conference. Annual conferences ആണ് ഇലക്ഷൻ ഇൻസ്റ്റലേഷൻ ഒക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നൊക്കെ സ്റ്റേറ്റ് കോൺഫറൻസ് ഇതുപോലെ 2-3 ദിവസങ്ങളായിരുന്നു. അല്ല, സ്റ്റേറ്റ് കോൺഫറൻസ് ആദ്യകാലത്തെല്ലാം സ്റ്റേറ്റ് കോൺഫറൻസ് ഒരു ദിവസം ഉള്ളതാണ്. രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ തുടങ്ങും, വൈകിട്ട് തീരും. അങ്ങനെയാണ് 2 days കോൺഫറൻസ് ഉണ്ടായത് വളരെ ലേറ്റ് ആയിട്ടാണ് 2 days കോൺഫറൻസ്. ആദ്യമൊക്കെ ഒരു ദിവസമുള്ള കോൺഫറൻസ്. ഈ കോൺഫറൻസ് എല്ലാം ഒരു ദിവസമുള്ളത്. രാവിലെ 10 മണിയാകുമ്പോൾ മിക്കവാറും തുടങ്ങും. ആൻഡ് വി ഗോ ഓൺ ടിൽ അബൌട്ട് 4 o'clock or 5 o'clock ആൻഡ് ഡിസ്പേഴ്സ്. അപ്പം ഒരു റീജിയണൽ പ്രസൻസിന് വേണ്ടി നമ്മൾ കോൺഫറൻസ് പല സ്ഥലത്ത് വെച്ച് നടത്തുമായിരുന്നു. ഫോർ എക്സാമ്പിൾ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, കാലിക്കറ്റ് എല്ലാ സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അവിടുത്തെ പീഡിയാട്രിഷ്യൻസിന് കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരാൻ വേണ്ടി അവിടെ വെച്ച് നടത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു നടത്തുന്നത്. സാർ, ഇപ്പം 1970-കളിലും 80-കളിലും ഉണ്ടായിരുന്ന ഓർഗനൈസേഷൻ സെറ്റപ്പ്, അക്കാഡമിയുടെ വളർച്ച, അതൊക്കെ സാർ ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അന്ന് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് കേരളത്തിൽ 2 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഇന്ന് മെഡിക്കൽ കോളേജ് 30-ലധികമായി. അപ്പോൾ അന്നത്തെ സാറാണെങ്കിൽ ഇന്ന് ഇവിടെയുള്ള പല റിട്ടയർഡ് പീഡിയാട്രിഷ്യന്മാരുടെയും ഗുരുവായിരുന്നു, എൻ്റെയും ഗുരുവായിരുന്നു. അപ്പോൾ സാറിന് അന്നത്തെ ആ ഒരു കരിക്കുലം എനിക്ക് തോന്നുന്നു ആദ്യം പീഡിയാട്രിക്സ് ഒക്കെ മെഡിസിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് തന്നെ പിന്നെയാണ് പല കോളേജുകളിലും. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമുക്ക് പീഡിയാട്രിക്സിൻ്റെ സബ് സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്. പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും സബ് സ്പെഷ്യാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിക്കുലത്തിൻ്റെ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ വളർച്ച, ഇതിനെപ്പറ്റി സാറിൻ്റെ ഒരു ഫീലിംഗ് എന്താ? കേരളത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പീഡിയാട്രിക്സ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത് 1955-ലായിരിക്കും. ഡോക്ടർ മോഹൻ മാത്യു UK-ന്ന് പീഡിയാട്രിക് ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്തപ്പോഴാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു. അന്ന് പീഡിയാട്രിക്സ് വാസ് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ. സബ്സിക്വൻ്റ്ലി സബ്ജക്ട് പീഡിയാട്രിക്സ് വളർന്ന് ഒരു 4-5 വർഷം കൊണ്ട് പീഡിയാട്രിക്സ് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായി. അന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മാത്രമേ 1957-ലാണ് എഡിറ്റ് ചെയ്ത് 1957-ലാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത്. 1960 അടുപ്പിച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത്. പ്രൈവറ്റ് സെക്ടറിലുള്ളൊരു മെഡിക്കൽ കോളേജായിരുന്നു ആലപ്പി മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത്രയും മെഡിക്കൽ കോളേജസ് ആദ്യം ഉള്ളതായിരുന്നു. 5 മെഡിക്കൽ കോളേജ്, 4-5 മെഡിക്കൽ കോളേജ് ഉള്ളത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സബ്സിക്വൻ്റ്ലി 84-ലാണ്
ടീച്ചർ മെഡിക്കൽ കോളേജ് ഉണ്ടാകും. അപ്പോൾ അതോടുകൂടി ലോകത്ത് എല്ലായിടത്തും ഇന്ത്യയിലും പ്രത്യേകിച്ച് പീഡിയാട്രിക്സ് അങ്ങ് വളർന്ന് വലിയ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സായി. അതുകൊണ്ട് വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് കുട്ടികളുടെ പ്രാധാന്യം, സമൂഹത്തിൽ കുട്ടികളുടെ പ്രാധാന്യവും കുട്ടികളുടെ ആരോഗ്യത്തെക്കുള്ള സർക്കാർ ഗവൺമെൻറ്റിൻ്റെയും ബാക്കിയുള്ളവരും ബോധവാന്മാരായതുകൊണ്ടാണ് ഈ പീഡിയാട്രിക്സ് തരം പൊട്ടാനുള്ളത്. പീഡിയാട്രിക് ട്രെയിനിങ് സെൻറ്റേഴ്സ് എല്ലായിടത്തും തുടങ്ങി. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇൻഡിപെൻഡൻറ്റ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും. അത് കുട്ടികളുടെ സംബന്ധിച്ചോളം, കേരളത്തിനെ സംബന്ധിച്ചോളം, കുട്ടികളെ സംബന്ധിച്ചോളം നല്ല കാര്യം തന്നെയാണ്. പീഡിയാട്രിക്സ് വളരുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. എന്ത് കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് വളർന്നതുകൊണ്ട് നമുക്ക് നന്നേ വന്നിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും വളർന്ന് വലുതായി. ഇപ്പം എത്ര മെമ്പേഴ്സ്? 3000 മെമ്പേഴ്സ് ഉണ്ട്. 24 മെമ്പേഴ്സിൽ നിന്ന് 3500 മെമ്പേഴ്സായി. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജസിലും പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, ട്രെയിനിങ് സെൻറ്റേഴ്സ്, എല്ലായിടത്തും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പീഡിയാട്രിക്സ് വളർന്നു. അതനുസരിച്ച് സമൂഹത്തിൽ കുട്ടികൾക്കുള്ള സേവനങ്ങളും വളർന്നു, അവർക്കുള്ള ബെനിഫിറ്റ്സും വളർന്നു, കുട്ടികളുടെ ആരോഗ്യം ഇൻഡെക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. ഇൻഡെക്സ് ഒക്കെ എല്ലാം ഇമ്പ്രൂവ് ചെയ്തു. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനെ പറയാൻ നോക്കുന്ന ഇൻഡെക്സസ് എല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്തു. ഇന്ത്യൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അന്നുണ്ടായിരുന്ന നമ്മുടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലത്തുണ്ടായിരുന്നതിൻ്റെ വളരെ കുറവേ ഉള്ളൂ ഇപ്പോഴും. അന്ന് SIT ഹോസ്പിറ്റലിലൊക്കെ രാത്രിയിലൊക്കെ 10 പേഷ്യൻ്റൊക്കെ 10 ഡയറിയ പേഷ്യൻ്റൊക്കെ മരിക്കുന്നൊക്കെയാണ് നോക്കുന്നത്. ഒന്നും ഇപ്പോഴില്ല. പിന്നെ അസുഖങ്ങളുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അസുഖങ്ങളുടെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസസ് വളരെ കുറവാണ്. പണ്ട് തുടങ്ങിയ 1960s ഞങ്ങൾ SIT ആശുപത്രി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിരുന്നു കൂടുതലും. ഡയറിയയും ന്യൂമോണിയയും ആയിരുന്നു അവിടുത്തെ ഏറ്റവും മോർട്ടാലിറ്റി റേറ്റ്. ഡയറിയ, ന്യൂമോണിയ. സാർ, അതിൻ്റെ ഒപ്പം തന്നെ ഇമ്മ്യൂണൈസേഷൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു? അതൊരു ഇമ്മ്യൂണൈസേഷൻ ആദ്യ കാലത്ത് ട്രിപ്പിൾ വാക്സിൻ മാത്രം കൊടുക്കുന്ന ഒരു സിസ്റ്റമേ ഉള്ളായിരുന്നു. പിന്നെ ഗ്രാജുവലി ഓരോ വാക്സിൻസ് കൂട്ടി. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരുന്നു, ഡയറക്ഷനിലായിരുന്നു നമ്മൾ വാക്സിൻ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം ഇമ്മ്യൂണൈസേഷൻ യൂണിവേഴ്സൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഇമ്മ്യൂണൈസേഷൻ ഒന്നുണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ മോഡിഫൈ ചെയ്ത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ടായി. അപ്പം ആ വാക്സിൻസ് എല്ലാം കൊടുത്തു. ആ സോക്കലുകൾ തന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി. അന്ന് 3 ട്രിപ്പിൾ ആന്റിജൻ വരെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 20 വാക്സിൻസ് അവൈലബിൾ ആണ്. ആ എല്ലാ വാക്സിൻസും എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെന്നുള്ള ഇറ്റ് ഇസ് എ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. ഈ എല്ലാ വാക്സിൻസും എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഇസ് എ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. ഒരു കോമൺ മാനിന് അത്ര വാക്സിൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ. ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം എടുക്കുമ്പോൾ ആ വാക്സിൻ മേ ബി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഒരു സൊസൈറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ അത്രയും വാക്സിൻസ് ആവശ്യമുണ്ടെന്ന് പറയാൻ വാക്സിൻ്റെ അതിൻ്റെ ചെയ്യില്ല. ഇപ്പോൾ കോവിഡ് വാക്സിൻ കുട്ടികൾക്ക് എടുക്കണമെന്നുള്ളൊരു ഘട്ടത്തിലായിരുന്നു വന്നിരിക്കുന്നത്. അതൊരു അങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് വലുതായത്. മെഡിക്കൽ കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പീഡിയാട്രിക്സ് ഉണ്ടായി. ഒന്നിൽ കൂടുതൽ പീഡിയാട്രിക് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായി. ആദ്യം ഉണ്ടായ പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി പീഡിയാട്രിക് സർജറിയാണ്. ഫസ്റ്റ് സ്പെഷ്യാലിറ്റി പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. പീഡിയാട്രിക് സർജറി, ദ ഫസ്റ്റ് പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ് ചെയർ ഇൻ ഇന്ത്യ വാസ് അറ്റ് ട്രിവാൻഡ്രം. ഡോക്ടർ മോഹൻമാറ്റി അവിടെ പ്രൊഫസർ ആയിരിക്കുമ്പോഴാണ് അവിടെ പ്രൊഫസർ ഓഫ് പീഡിയാട്രിക് ചെയർ ഉണ്ടാകുന്നത്. ഫസ്റ്റ് പീഡിയാട്രിക് ചെയർ. സബ്സിക്വൻ്റ്ലി ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. സാർ, ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷം മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്നൊരു പ്രോഗ്രാം IMB വളരെ വളരെ വ്യാപകമായിട്ട് വളരെ സീരിയസ് ആയിട്ട് നടത്തുന്ന ഒരു ആക്ഷൻ പ്ലാനാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാ പീഡിയാട്രിഷ്യന്മാരുടെ മുന്നിലുള്ള ചില പേരുകളുണ്ട്. കുര്യൻ തോമസ് സാറ്, എൽസി ഫിലിപ്പ് മാം, KC രാജഗോപാൽ സാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാറിൻ്റെ വെരി ക്ലോസ് ടു യുവർ ഹാർട്ട് ഇൻഫൻറ്റ് ഫീഡിങ് ആൻഡ് എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ്
ഉള്ളൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ 2002 കേരളം ലോകത്തിലെ ആദ്യത്തെ ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. അപ്പം അതിൻ്റെ പിറകിൽ അറിയാം, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് മാസങ്ങളല്ല വർഷങ്ങളോളം നീണ്ട ഒരു യുനിസെഫിൻ്റെ കൂടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അതിനെപ്പറ്റി സാറിൻ്റെ ഓർമ്മകളൊന്ന് പറയും. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് വാസ് എ യുനിസെഫ് പ്രോഗ്രാം. അത് കേരളത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ്. പക്ഷെ അതൊരു ടീം എഫർട്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ pediatricians cooperated actively. Some passively, most of them active. And a small percentage of obstetricians also cooperated. അതുകൊണ്ടാണ് നമുക്കത് സക്സസ്ഫുൾ ആകുന്നത്. പക്ഷെ അത് നമ്മൾ ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയെങ്കിലും സബ്സിക്വൻ്റ്ലി അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിട്ടില്ല. ആ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇപ്പം മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് നല്ലൊരു പ്രോഗ്രാമാണ്, പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ യുനിസെഫിൻ്റെ അന്ന് ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പീഡിയാട്രിഷ്യൻസ് ആത്മാർത്ഥമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണോ ഇത്, യുനിസെഫുകാരെ നിങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറയുന്നുണ്ടാണോ ഇല്ലെന്നൊരു സംശയം അന്ന് പലരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് യുനിസെഫുകാർ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്നുകൊണ്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഒരു യൂണിവേഴ്സിറ്റി എഫേർട്ട് ഇല്ലാതെ ഒരു കാശും ചിലവാക്കാതെ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് പ്രോഗ്രാം എന്ന് എനിക്ക്. അതായത് യൂണിസെഫിൻ്റെ സഹായമോ ഗവൺമെൻറ്റിൻ്റെ സഹായമോ ആരുടെയും സഹായം ആവശ്യമില്ലാതെ, ഒരു പൈസയും മുടക്കാതെ, ഒരു ചിലവുമില്ലാതെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് പ്രൊമോഷൻ. You may call it by different names like Mother and Child Friendly Hospital, Mother and Baby Friendly Hospital, or a Baby Friendly Hospital. ഇതൊന്നും ആവശ്യമില്ല. പ്രൊമോട്ടിംഗ് ബ്രസ്റ്റ് ഫീഡിംഗ് പീഡിയാട്രിഷ്യൻസിൻ്റെ ജോലിയാണ്, അത് ഓബ്സ്റ്റെട്രീഷ്യൻസിൻ്റെ ജോലിയാണ്. പക്ഷേ പീഡിയാട്രിഷ്യൻസ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് മെമ്പേഴ്സ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു എഫർട്ടും ഇല്ലാതെ ഇത് സക്സസ്ഫുൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുമെന്നുള്ളത് എനിക്ക് ആ സംശയം. സർ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഫറൻസുകൾ. ഇപ്പോൾ നമ്മുടെ IAP നാഷണൽ കോൺഫറൻസിനൊക്കെ എനിക്ക് തോന്നുന്നൊരു 10,000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, 10,000 ഡെലിഗേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സ്റ്റേറ്റ് കോൺഫറൻസിന് പലപ്പോഴും 500 പേരൊക്കെ ഡെലിഗേറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കോൺഫറൻസുകൾ വരുന്നുണ്ട്. പഴയതിനെ അപേക്ഷിച്ചിട്ട് ഇത്രയും കോൺഫറൻസുകളുടെ ബാഹുല്യം, അതിനെപ്പറ്റിയൊക്കെ സാറിനൊരു അഭിപ്രായം എന്താണ്? ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം കൂടുതൽ കോൺഫറൻസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സബ് സ്പെഷ്യാലിറ്റി ചാപ്റ്റേഴ്സ് കൂടെ വന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എവറി വീക്ക് നമുക്കൊരു കോൺഫറൻസ് ഉണ്ട്. ഇപ്പോൾ എവറി മാസത്തിലൊരു 3 കോൺഫറൻസ് വെച്ച് 12-36 കോൺഫറൻസെങ്കിലും സബ് സ്പെഷ്യാലിറ്റിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ട്. ദ റോൾ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇൻ ഓർഗനൈസിങ് അവർ കോൺഫറൻസസ്, നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മളുമായിട്ട് ബന്ധമുള്ളൊരു ഇൻഡസ്ട്രിയാണ്. പണ്ട് കാലത്തും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മുടെ കോൺഫറൻസുകൾക്ക് ഇത്ര ഇൻവോൾവ്മെൻറ്റ് പാടില്ലെന്നുള്ള അഭിപ്രായമാണ്. അതായത് ചില കോൺഫറൻസിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്പീക്കേഴ്സിനെ തീരുമാനിക്കുന്നത് പോലും അവരാണ്, സബ്ജക്റ്റ് തീരുമാനിക്കുന്ന അവരാണ്. അതൊന്നും പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും അവരെ പണക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒരു ഓവർ ഇൻവോൾവ്മെന്റ് വന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ മെമ്പേഴ്സിന് ഇതൊരു അക്കാഡമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് കൂടുതലൊരു പ്രൊമോഷണൽ. പിന്നെ രണ്ടാമത് അടുത്തൊരു സംഗതി പറയുന്നത്, നമ്മുടെ ഈ ഒരുപാട് കോൺഫറൻസിന് പോകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം ഒരുപാട് അഡ്വാൻസ് ടോപ്പിക്സും ഒക്കെയാണ്. അതുകൊണ്ടൊന്നും
ജൂനിയർ പീഡിയാട്രിഷ്യൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. നമ്മുടെ സിമ്പിൾ ടോപ്പിക്സും കോമൺ ഇഷ്യൂസും ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ഇത്ര ഇൻവോൾവ്മെൻറ്റ് വരേണ്ട ആവശ്യമില്ല, ഇല്ലാതെ തന്നെ കോൺഫറൻസ് നടത്താം. ഏത് കോൺഫറൻസ് പോയാലും ഡെലിഗേറ്റ് ഹാസ് ടു സ്പെൻഡ് സം മണി. ഇവിടെ നമുക്ക് ഒരു അക്കാഡമിക്കായിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കാശ് മുടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ചെലവും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നടത്തണമെന്ന് പറയുന്നത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് അഭിപ്രായം. അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. അത് അപ്പോൾ ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യമാണ് അത് ക്ലിനിക്കൽ മെഡിസിന് ഇപ്പോഴുള്ള പ്രാധാന്യം. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ അമിത പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളൊരു തീർച്ചയായിട്ടും ഐ ആം ഫീലിംഗ് ദാറ്റ് നമ്മുടെ ക്ലിനിക്കൽ മെഡിസിൻ്റെ പ്രാധാന്യം നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരും. അത് ഇൻവെസ്റ്റിഗേഷൻസ് കൂടിയും വരും. നമ്മൾ ശരിക്ക് നല്ല ക്ലിനിക്കൽ മെഡിസിൻ ഉപയോഗിക്കുകയും ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമില്ല. പക്ഷേ നമുക്കിത് നമ്മുടെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ പേര് കേട്ട വലിയ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് ചെയ്യുന്നുണ്ട്. ദേ ആർ ഓൾസോ ഡൂയിങ് ദാറ്റ്. അവർ പറയും ഞങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മെയിൻലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ക്ലിനിക്കൽ പീഡിയാട്രിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കോൺഫറൻസ് വേണ്ടത്. ഒരു നല്ല ക്ലിനിക്കൽ മെഡിസിൻ അറിയാവുന്ന ഒരാളാണ് നല്ലപോലെ ഹിസ്റ്ററി എടുത്ത് നല്ലപോലെ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 80% കേസിനും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ തന്നെ ഒന്നും അല്ലേ? തീർച്ചയായിട്ടും അത് ആ ഒരു പോയിന്റാണ് ഹൈലൈറ്റ്. അതെ, അപ്പം നമ്മൾ നല്ല ക്ലിനിക്കൽ മെഡിസിൻ പോയി ട്രെയിൻഡ് ആകുകയും നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് നല്ല ക്ലിനിക്കൽ മെഡിസിൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് ട്രെയിൻ ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എടുക്കേണ്ടത് എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യേണ്ടത് ആൻഡ് ഫോളോ അപ്പും ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ നമ്പർ 80% കട്ട് ഡൗൺ ചെയ്യാമെന്നുള്ള എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ യു ക്യാൻ റെഡ്യൂസ് ഡ്രഗ്സ്. ഇതാണ് വിശേഷം. സാറ് പീഡിയാട്രീഷ്യൻസിന് ഒരു നല്ലൊരു മെസ്സേജ് തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മുടെ ഗോൾഡൻ ജൂബിലി കോൺഫറൻസ് ഇവിടെ കൊച്ചിയിലാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു തീം നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് 50 years of togetherness, ഇൻസ്പിറേഷൻ ഫോർ ടുമോറോ. അതാണ് തീമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതോട് അനുബന്ധിച്ചിട്ട് സാറിന് ഇവിടുത്തെ സീനിയർ പീഡിയാട്രീഷ്യൻസിനും ജൂനിയർ പീഡിയാട്രീഷ്യൻസിനും കൊടുക്കാനുള്ള മെസ്സേജ് എന്തെങ്കിലും 50 years നമ്മൾ 50 years വളരെ നല്ലതായിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രീഷ്യൻസ് ഓഫ് കേരള 50 വർഷമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു അസോസിയേഷനാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്. പക്ഷെ അതിനകത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന് പറയാതിരിക്കാൻ നോക്കിയില്ല. അതിലൊന്നാണ് നമ്മൾ ക്ലിനിക്കൽ പീഡിയാട്രിക്സ് പറയുന്നത് വിട്ടുപോയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും വി മസ്റ്റ് റീ എഡ്യൂക്കേറ്റ് അവർ സെൽസ്. വി മസ്റ്റ് ഹാവ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീ എഡ്യൂക്കേറ്റ് അവർ സെൽസ്, find some method of educating our juniors in clinical pediatrics. And our aim should be to reduce the number of investigations, manage children with reducing the number of investigations and reducing the number of drugs. ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യണം. അതിന് നമ്മൾ തന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വലിയ ആശുപത്രികളൊക്കെ വർക്ക് ചെയ്ത് പോയതുകൊണ്ട് നമ്മൾ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. നമ്മളത് റീ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മുടെ ജൂനിയേഴ്സിനെ എല്ലാം നമ്മൾ ചെയ്യണം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന കുട്ടികൾ വരുന്നതിൽ അത് 80% ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല. ആൻഡ് about 30 to 40% of your prescription should be no drug prescriptions.
about another 30 or 40% should be one drug prescription. And there may be 20% which requires two drug prescription. I don't think there is any patient, any pediatric patient who requires more than two drugs. No. And in general, they are inpatients. Outpatients are generally 80% are not required. They one drug. This is ഇതിന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഇതിനു വേണ്ടി ആദ്യം നമ്മളെ തന്നെ റീഎഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ജൂനിയേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കുക, വിച്ച് ഇൻക്ലൂഡ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഓൾസോ. സർവ്വ നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ 50 വർഷത്തെ പീഡിയാട്രിക്സ് EAP കേരളയുടെ ഒരു ചരിത്രം തന്നെ ഒന്ന് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു അത് മാത്രമല്ല, വളരെ വിലയേറിയ ഉപദേശങ്ങൾ അല്ലെങ്കിൽ സാറിൻ്റെ മെസ്സേജസ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. സോ താങ്ക് യു വെരി മച്ച് സർ, ആൻഡ് വിഷ് യു all good health and happiness. Thank you very much for giving me this opportunity, bringing back from my retirement and giving me this opportunity. Thank you.